വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വേറെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കുറച്ച് അമ്മയുടെ കുറച്ച് സാരിയൊക്കെ ഞാൻ ഇങ്ങനെ അലമാരയിൽ നിന്ന് അരിച്ച് ബാക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം ആ സമയത്ത് എനിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കിട്ടി. അപ്പം എനിക്ക് തോന്നിയത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന്. നിങ്ങളെ കാണിക്കണം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ചുമ്മാ കൊണ്ടുവന്ന് അങ്ങനെ കാണിക്കുന്നതല്ല കേട്ടോ. എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ പിള്ളേർക്ക് ഒരു പുതിയ കളിപ്പാട്ടമൊക്കെ കിട്ടുമ്പോഴത്തേക്കും അവരിതെല്ലാവരെയും കൊണ്ടുപോയി കാണിക്കത്തില്ലേ. അപ്പം എനിക്ക് ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ ഇരിക്കുമായിരുന്നേ. നീമോ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. അപ്പം ഞാൻ ഇതിലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്ടിൽ വേറെ എവിടെ പോയിരിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഇവിടെ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ഞാൻ എന്താ സാധനം എന്നുള്ളത് കാണിച്ചിട്ടെ. എൻ്റെ ആട്ടോ എൻ്റെ അമ്മ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഉള്ള കുറച്ച് അതായത് 1-2 ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചേക്കും. അതായത് എൻ്റെ ആദ്യത്തെ യൂണിഫോം, പിന്നെ ഞാൻ ഇട്ടിരുന്ന ചില കുഞ്ഞു സാധനങ്ങൾ, എൻ്റെ വള, കുഞ്ഞു കരിവളയൊക്കെ ഉണ്ടല്ലോ നമ്മൾ അപ്പം ഇട്ടേക്കുന്നത്. ആ സമയത്ത് എല്ലാ കുട്ടികളും ഇടത്തില്ലേ കുഞ്ഞിലെ, അതൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ എടുത്തു വെച്ചേക്കും. എൻ്റെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം അതൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊടി പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒന്നാമത് ഡസ്റ്റ് അലർജി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ എനിക്കത് തീരെ പറ്റത്തില്ല. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ എന്നിട്ട് അപ്പം അങ്ങനെ ഇരിക്കുന്നതിനകത്ത് ഞാനൊരു 3 ഡ്രസ്സ് ഞാൻ കാണിച്ചുതരാം. ആദ്യത്തേതാണ് ഇത്. ഇതൊക്കെ ഞാൻ ഇട്ട ഫോട്ടോ പോലും അമ്മയുടെ കയ്യിലില്ല. ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ല, ഉണ്ടാവുമായിരിക്കും, പക്ഷെ എൻ്റെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല. സോ ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് നാളെ എനിക്കൊരു മോള് തന്നെ ജനിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വെറുതെയാണ്. മോള് ജനിക്കുമ്പോഴത്തേക്കും മോൾക്ക് ഇതേപോലെ ഇട്ട് ഈ ഉടുപ്പൊക്കെ ഇട്ട് മോൾക്ക് ഇതേപോലെ ഫോട്ടോ ഒക്കെ എടുക്കണം. എന്നിട്ട് 2 ഫോട്ടോ ഒക്കെ ചേർത്ത് വയ്ക്കണം. ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ് ഇപ്പോൾ. സോ അടുത്ത എൻ്റെ ഒരു കോസ്റ്റ്യൂമാണിത്. ഇപ്പം ഇതിനകത്ത് ഓട്ടയൊക്കെ വീണു കേട്ടോ. ഇവിടെ ഓട്ടയൊക്കെ വീണു. പക്ഷെ എന്നാലും ഞാൻ കളയത്തില്ല, സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കണം. അപ്പം ഞാനിത് വെച്ചേക്കും കണ്ടോ. അതിലേക്കൂടെ കൈയിട്ട് ഇതിലേക്കൂടെ പുറത്തെടുക്കണം. അങ്ങനെ ഇതിന് ഒരു ടോപ്പും കൂടെ ഉണ്ട് കേട്ടോ. സോ ക്യൂട്ട്. അങ്ങനെ ഇതൊരെണ്ണം. പിന്നെ എൻ്റെ ആദ്യത്തെ യൂണിഫോം. ഞാനിവിടെ നമ്മുടെ ട്രിവാൻഡ്രം ഹോളി ഏഞ്ചൽസ് കോൺവെന്റിലാണ് ഞാൻ പഠിച്ചത്. ഹോളി ഏഞ്ചൽസിൽ വഞ്ചൂരുള്ള സ്റ്റേറ്റ് സിലബസ്. അപ്പം അവിടെ പഠിക്കുമ്പോൾ അവിടുത്തെ യൂണിഫോമാണ് ഈ പിങ്ക് കളറിൽ വരുന്നത്. LKG UKG ഈ ഡ്രസ്സാണ്. അപ്പം അങ്ങനെയാണ് ഇത്. ഇത്രയൊക്കെ അമ്മ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട്. അത് ഡ്രസ്സല്ല, കാണിച്ചു. നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവണം എന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വളകളാണ് കേട്ടോ. ഇപ്പം ഇതിനകത്ത് എൻ്റെ 2 വിരൽ കീറില്ല കണ്ടോ. 2 വിരൽ കീറില്ല. 1 2. ഇപ്പം ഇത് അങ്ങ് ചീത്ത കേട്ടോ. ഞാനൊന്ന് പിടിച്ചാലേ അതങ്ങ് പൊടിഞ്ഞു, അങ്ങനത്തെ പരുവത്തിലിരിക്കുകയാണ്. പക്ഷെ ഇത് കളയത്തില്ല, സൂക്ഷിച്ചേക്കും. അങ്ങനെ ഇത്രയുമാണ് എനിക്ക് ട്രഷർ ഹണ്ടെന്ന് എനിക്കിപ്പോൾ കിട്ടിയത്. അപ്പം എനിക്ക് പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കിത് നിങ്ങളെ കാണിക്കണം തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ചെറിയ ചില ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കൊച്ചിലെ എൻ്റെ വീട്ടിൽ എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിക്കുന്നത് ജെറി എന്നാണ് കേട്ടോ. എനിക്കൊരു കസിനിട്ട പേരാണ് ജെറി. കാരണം
ഞാൻ ഭയങ്കര കുസൃതി അങ്ങനത്തെ ഇതാണ്. വീട്ടിൽ ഞാൻ ഭയങ്കര പാവം അങ്ങനെയാണ്. ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയാൾ. അപ്പം വലിയമ്മമാർക്കൊക്കെ ഇച്ചിരി പാമ്പറിങ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ആ ചേച്ചിമാരൊക്കെ നോക്കാനായിട്ട് ഏൽപ്പിച്ചേക്കും. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ ചേച്ചിമാർക്ക് അടി മേടിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിരുന്നു എനിക്ക് പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെനിക്ക് പിന്നെ എൻ്റെ ഫേസൊക്കെ ഭയങ്കര കുഞ്ഞു ഫേസ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഭയങ്കര വലുതൊന്നുമല്ല, പക്ഷെ തീരെ കുഞ്ഞു ഫേസാണ്. അപ്പം അതുകൊണ്ട് അപ്പം എല്ലാം കൂടെ മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ പറയും എന്നെ കണ്ട ജെറീനെ പോലെ ഇരിക്കുന്നു. സോ പണ്ട് എനിക്ക് അങ്ങനെ ജെറീന്ന് പേര് വിളിക്കുമായിരുന്നു ഇവരൊക്കെ. പിന്നെ ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു കേട്ടോ. ഇപ്പോഴും എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങനെ ഒരു സംസാരം വരില്ല. ഇപ്പം എൻ്റെ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. എനിക്ക് ഒരു ഇതിനപ്പുറത്തേക്ക് എനിക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് ആ ഒരു സംസാരം എനിക്ക് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ കൊച്ചിലൊക്കെ ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ഫ്രണ്ട്സൊന്നും അങ്ങനെ ഇല്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഒതുങ്ങിയ ഒരു ടൈപ്പായിരുന്നു ഞാൻ. അപ്പോൾ സ്കൂൾ ടൈം മുഴുവൻ അങ്ങനെയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം സ്കൂളിൽ പോയപ്പോഴത്തേക്കും ടീച്ചേഴ്സിനൊക്കെ എന്നെ അറിയാം. അങ്ങനെയൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് എന്നെ അറിയാമായിരുന്നോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്. ഞാൻ അത്രയും സൈലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. സോ അതൊക്കെയാണ്. അപ്പം എൻ്റെ കുറച്ച് ചൈൽഡ്ഹുഡിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയുണ്ട്? ജെറിയെ പോലെ തന്നെ ഇല്ലേ? അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് വേറൊരു ഇതുപോലത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് വരെ ടാറ്റാ.